ഡോക്ടർ സ്മിത ശിവൻ, ആയുഷ് ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ, വിളപ്പിൽശാല. ഇന്ന് ഏറെ പേരും ജീവിതശൈലീജന്യ രോഗങ്ങളുമായി ഒരുപാട് ഉഴലുന്നവരാണ്. നമുക്കറിയാം, നമ്മുടെ അടുത്തേക്ക് വരുന്ന NCD OPD കണക്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ വരിക ഡയബറ്റീസ് തന്നെയാണ്. ഡയബറ്റിക് രോഗികളുടെ എണ്ണം വല്ലാണ്ട് കൂടി വരുന്ന ഈ കാലത്ത് നമുക്ക് നമ്മുടെ ആഹാര രീതിയിലും നമ്മുടെ വിഹാരത്തിലുമൊക്കെ ഒരല്പം മാറ്റം വരുത്തുകയാണെങ്കിൽ ഒരുപാട് നമുക്കത് തടയാനും അല്ലെങ്കിൽ തന്നെ വന്നു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. എങ്ങനെയാവണം നമ്മുടെ ഒരു ഡയറ്റ് പാറ്റേൺ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. രാവിലത്തെ ഫുഡ് പലപ്പോഴും എല്ലാവരും പറയും സ്പ്ലിറ്റ് ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്, സ്പ്ലിറ്റഡ് ഡയറ്റ്സ് ആണ് കഴിക്കേണ്ടത്. അതായത് കുറച്ച് വീതം പല സമയങ്ങളിലായിട്ട് കഴിക്കണമെന്നൊക്കെ ഡോക്ടേഴ്സ് പറയാറുണ്ട്. പക്ഷേ നമ്മൾ എത്രത്തോളം പ്രാവർത്തികമാക്കുന്നു എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അത് ഇഡ്ഡലി ആവട്ടെ ദോശയാവട്ടെ ഒക്കെ കഴിക്കാം എന്നും പറയാറുണ്ട്. എപ്പോൾ വളരെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ നമ്മുടെ ബ്ലഡിലെ അളവിൽ എന്നുള്ളതാണെങ്കിൽ. അല്ലെങ്കിൽ നാം കൃത്യമായിട്ടും ഗോതമ്പിൻ്റെയോ റവയുടെയോ ഒക്കെ ആഹാരങ്ങൾ തന്നെ വേണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടുത്താൻ. കൂവരക്, ഓട്സ് ഇതുപോലുള്ള ആഹാരങ്ങളൊക്കെ തന്നെ നമുക്ക് രാവിലത്തെ ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം കുറച്ച് ചോറും കൂടുതൽ പച്ചക്കറികളും കഴിക്കണമെന്ന് പറയാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അവിയലും തോരനും എടുത്ത് കഴിക്കുക എന്നുള്ളതും മറന്നു പോകരുതാത്ത മറ്റൊരു കാര്യമാണ്. കാരണം ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ വല്ലാണ്ട് ക്ഷീണവും തളർച്ചയും ഒക്കെ വരുന്ന ഒരു NCD കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ക്ഷീണത്തിനെ ഒഴിവാക്കണമെങ്കിൽ ധാരാളം പച്ചക്കറികൾ നാം കഴിക്കണം. നമ്മുടെ ശരീരത്തെ എനർജറ്റിക് ആക്കിക്കൊണ്ട് വേണം നാം പഥ്യങ്ങളെല്ലാം തന്നെ പാലിക്കുവാൻ. അതേതൊരു രോഗത്തിലും അങ്ങനെ തന്നെയാവണം. അതേപോലെ ഉച്ചയ്ക്കത്തെ ആഹാരം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ലഞ്ച് കഴിക്കുന്നതിന് മുൻപ് തന്നെ ഒരു 11 മണിയോടുകൂടി ഒരു ചെറിയ സലാഡ് കഴിക്കുകയാണെങ്കിൽ, അതായത് ഒരു സലാഡ് വെള്ളരിക്ക, ഒരു ക്യാരറ്റ്, ഒരു മാതളം, ഇങ്ങനെ ഒരു ഡിഷ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്കത്തെ സമയത്ത് വലിയ വിശപ്പ് വരുത്തുമില്ല. അതേപോലെ വൈകുന്നേരം ചായയും കാപ്പിയും ഒക്കെ നമുക്കൊന്ന് ഒഴിവാക്കാൻ സാധിച്ചാൽ അത് മാറ്റിയിട്ട് നാരങ്ങ വെള്ളം തേൻ ചേർത്ത് കഴിക്കുകയോ, തേൻ എന്ന് പറയുമ്പോൾ പേടിക്കണ്ട, മധുരം നാവിൽ മാത്രം തരികയും ഉള്ളിൽ ചെന്നാൽ കയ്പ്പ് രസവും ഉള്ളതുമായ തേൻ ശരിക്കും നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിന് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ തേൻ ചേർത്ത നെല്ലിക്ക ജ്യൂസോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളമോ ഒക്കെ വളരെ അത്യുത്തമമാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒന്നാവണം നെല്ലിക്കയും തേനും അതേപോലെ തന്നെ മഞ്ഞളും ഒക്കെ ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ പ്രമേഹത്തിന് ഏറ്റവും പ്രധാനമാണ് എന്നുള്ളത്. അതേപോലെ വൈകുന്നേരത്തെ ഫുഡ് അത് എത്രയും നേരത്തെ കഴിക്കുക എന്നുള്ളത് ശീലമാക്കുക. വൈകിട്ട് ഒരു 7-7:30 തന്നെ നമ്മുടെ ഡിന്നർ പൂർണ്ണമായിട്ടുണ്ടാവണം. അതായത് കഴിയുന്നതും ഉലുവയും ചെറുപയറും സൂചി ഗോതമ്പും ഒക്കെ വെച്ചിട്ട് കഞ്ഞി വെച്ച് കുടിക്കുകയാണെങ്കിൽ അതാവും ഡൈജഷനും ഏറ്റവും നല്ലത്. ഈ പറഞ്ഞതുപോലെ ഡയബറ്റീസിനെ കുറയ്ക്കുവാനും അതേറെ സഹായിക്കും. ഒരു 2 സ്പൂൺ ഉലുവ, 2 സ്പൂൺ ചെറുപയർ, 1 സ്പൂൺ സൂചി ഗോതമ്പ് ഇത്രയും ഉപയോഗിച്ച് കഞ്ഞി വയ്ക്കുക. ഒരല്പം മുരിങ്ങയിലയും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അത് ഏറെ പ്രയോജനം ചെയ്യും. നാം നന്നായി വേവിക്കുകയാണെങ്കിൽ അതിൻ്റെ കയ്പ്പ് രസം അറിയുക പോലുമില്ല. അങ്ങനെ കൂടി ശീലിക്കുക. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.